ഏറ്റവും സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനും റഹീമുമായ അളവറ്റ കരുണയുള്ളവനും കൃപയുള്ളവനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും പള്ളിയിൽ ഇരിക്കുന്ന സമയം ദരിദ്രരായ കുറച്ച് സ്വഹാബികൾ, അഹ്ലു സുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറെ പാവങ്ങളായ സ്വഹാബികൾ പ്രവാചകരെ സന്ദർശിക്കുവാൻ വേണ്ടി വന്ന ആ രംഗം സ്വഹീഹ് മുസ്ലിം 1017 നമ്പർ ഹദീസായി ഇമാം മുസ്ലിം റഹ്മഹുല്ലാ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ആ വന്ന സ്വഹാബാക്കളുടെ ദാരിദ്ര്യം കണ്ടുകൊണ്ട് പ്രവാചകന്റെ മുഖം വല്ലാതെ പ്രയാസപ്പെട്ടു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അദാനും ഇഖാമത്തും കൊടുക്കുവാൻ പറഞ്ഞു. നമസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. 2 ആയത്തുകളും നാം ഇന്ന് എല്ലാ ഖുതുബയിലും കേൾക്കുന്ന 2 വചനങ്ങളാണ്. ഒന്ന് സൂറത്തുൽ നിസായിലെ ആദ്യത്തെ ആയത്ത്, രണ്ടാമത്തത് സൂറത്തുൽ ഹശ്റിലെ 18ാമത്തെ ആയത്ത്. രണ്ടും നമുക്ക് ഹൃദ്യസ്ഥമാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ ആയത്താണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വൽ തൻദുറ നഫ്സും മാ ഖദ്ദമത് ലഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഈ 2 ആയത്തുകളും ഓതിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, സ്വഹാബാക്കളെ വലോ ബിശഖി തംറ, ഒരു കാരക്കയുടെ ചീന്തു കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തുകൊള്ളണം എന്നുള്ള അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശക്തമായ വസീയത്ത് കേൾക്കേണ്ട താമസം. സ്വഹാബാക്കളെല്ലാം പെടുന്നനെ വീടുകളിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്നും വരുന്നത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുകൊണ്ട് സ്വർണമായും വെള്ളിയുമായും ഗോതമ്പുമായും മറ്റും വിഭവസമൃദ്ധമായ ഭക്ഷണ പൊതികളുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് കൂമ്പാരം പോലെ പ്രവാചകരുടെ മുന്നിലായി എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ വദനം സുസ്മേര വദനമായി എന്നാണ്. മുഖം എത്രത്തോളം ഹദീസുകളിൽ കാണാം കഅന്നഹു മുദ്ഹബത്തുൻ എന്നാണ്. സ്വർണം പോലെ പ്രവാചകരുടെ മുഖം തിളങ്ങി എന്ന് ഹദീസിൽ പരാമർശിക്കുകയാണ്. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ ഒരു ആഹ്വാനം കേട്ടപാടെ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബികൾ വീട്ടിൽ നിന്നും ഉള്ളതെല്ലാം പിറക്കിക്കൊണ്ടുവന്നു ആ സ്വഹാബാക്കളെ സന്തോഷപ്പെടുത്തുന്ന ഒരു രംഗമാണ് സ്വഹീഹ് മുസ്ലിമിൽ നാം മനസ്സിലാക്കുന്നത്. വിശ്വാസികളെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ആ സ്വഹാബികൾ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു വാക്കായിരുന്നാലും ഒരു പ്രവർത്തനമായിരുന്നാലും അവരുടെ ജീവിതത്തിലെ എന്തുണ്ടെങ്കിലും ഇത് വലോ ബിശഖി തംറ, ഒന്നുമല്ലെങ്കിലും ഒരു കാരക്കയുടെ ചീള് കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു അടങ്ങാത്ത ആഗ്രഹവും മോഹവുമായിരുന്നു മഹാന്മാരായ സ്വഹാബികൾക്കുള്ളത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും നാം വായിക്കുകയാണ്. റമളാനുള്ള മുന്നൊരുക്കമാണ് നാം ഈ ഷഅബാനിൽ നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞാൽ നാം മനസ്സിലാക്കിയതാണ്, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഈ ഷഅബാൻ മാസത്തിലാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മസ്ജിദുകളും വീടുകളും ഒക്കെ നാം കഴുകി ശുദ്ധിയാക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സകം ഒന്ന് കഴുകി ശുദ്ധിയാക്കുവാൻ, നിഫാഖിൽ നിന്നും ഷുർക്കിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും എല്ലാം നമ്മുടെ മനസ്സുകളെയും കഴുകി ശുദ്ധിയാക്കണം. മസ്ജിദുകൾ ശുദ്ധിയാക്കുന്നതിന് മുമ്പ്, വീടുകൾ ശുദ്ധിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഖൽബുകൾ ഒരു മസ്ജിദ് പോലെ തിളങ്ങട്ടെ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. വിശ്വാസികളെ, ഈ ഷഅബാൻ സമ്മേളിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യതയെന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദേശം കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മനസ്സിൽ വരുന്ന ഒരു അസ്വസ്ഥത, ഇത് എന്നെ കുറിച്ചാണോ എന്നുള്ള ഒരു ചിന്ത,
അത് മുമ്പേ ഉള്ളതാണ്. പലർക്കും അത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഇതെന്നെ കുറിച്ച് തന്നെയാണോ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഈ ഹദീസ് ബാധകമാകുക എന്നുള്ളതിനെ ഒരു പോസിറ്റീവായി എടുത്തുകൊണ്ട് അതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇവൻ എന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്, എന്നെ കുറിച്ച് മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത വിശ്വാസികളെ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകരുത്. പറയുന്ന കാര്യം വിശുദ്ധ ഖുർആനിലെ വചനം, അള്ളാന്റെ റസൂലിന്റെ പൊന്മൊഴി, ഈ ആയത്തിലും ഈ ഹദീസിലും ഉള്ള ഒരു സ്വഭാവം തിന്മയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. നന്മയാണെങ്കിൽ കുറച്ചുകൂടി സ്വാംശീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. ഇതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. വിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബിയുടെ ചരിത്രം നാം പലവരും കേട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബിയുടെ ചരിത്രം അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. പ്രസിദ്ധമാണ് ആ സംഭവം എന്ന് നാം മനസ്സിലാക്കുക. സ്വഹീഹായ ഹദീസുകളിലൊക്കെ ഇടം പിടിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്താണ് പ്രതിപാദ്യ വിഷയം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകം ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅൽ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇതാണ് ആയത്ത്. എന്താണ്? വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയരരുത്. അങ്ങനെ ശബ്ദത്തെക്കാൾ ഉയർന്നാലോ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങൾ അറിയാതെ ബാത്തിലായി പോകും. തഹജ്ജുദായിരിക്കും, മറ്റുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യുന്ന നിങ്ങൾ റസൂലുള്ളാന്റെ ശബ്ദത്തിൽ ഇരുന്നു കൊണ്ട് പ്രവാചകരുടെ ശബ്ദത്തെക്കാളും ഉയർന്ന ഒരു ശബ്ദമാണ് നിങ്ങൾക്ക് എങ്കിൽ അമലുകൾ പൊളിഞ്ഞു പോകും, നരകാവകാശായി മാറുമെന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ഈ താക്കീത് കേട്ടുകൊണ്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് പ്രവാചകരുടെ ശബ്ദത്തിൽ വന്നില്ല എന്നാണ് സ്വഹാബാക്കളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകർ പറയുകയാണ്, അല്ല, നമ്മുടെ സാബിത്തിനെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി? വിവരം അന്വേഷിക്കുവാനായി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയി അള്ളാന്റെ റസൂല് പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാണുന്നില്ല, പ്രവാചകർ വിഷമത്തിലാണ്, എന്താണ് നിങ്ങളുടെ കാരണം എന്ന് അന്വേഷിക്കുമ്പോഴേക്കും മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ ഒരു ആയത്ത് ഇറങ്ങിയത് കണ്ടില്ലേ, കേട്ടില്ലേ നീ പ്രവാചകരുടെ ശബ്ദത്തിൽ നിന്ന്? ഏതാണ് ആയത്ത്? നാം ഇപ്പോൾ ഓതിയ ആയത്ത്, ലാ തർഫഉ അസ്വാതകം ഫൗഖ സൗത്തിൻ നബിയ്യ്, ശബ്ദമുയർത്തി പോകരുത്. എന്നിട്ട് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലഖദ് അലിംതും, നിങ്ങൾക്കറിയാം ആ ആയത്ത്, അന്നീ മിൻ അർഫഉകും സൗത, എന്റെ ശബ്ദമാകട്ടെ പ്രവാചകരുടെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്. ഫഅന മിൻ അഹ്ലിൻ നാർ, അതുകൊണ്ട് ഞാൻ നരകാവകാശിയാണ്, എനിക്ക് പ്രവാചകരുടെ ശബ്ദത്തിൽ വരുവാൻ സാധ്യമല്ല, എന്നെ കുറിച്ചാണ് ആയത്ത്, ഞാൻ നരകാവകാശിയാണ്, എന്റെ അമലുകളൊക്കെ ബാത്തുലായി പോയി എന്ന് വിലപിക്കുന്ന മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ വന്നുകൊണ്ട് പ്രവാചകരുടെ അടുക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴേക്കും ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, സന്തോഷ വാർത്ത അറിയിക്കുക സാബിത്തിനോട്, ഒരിക്കലും നരകാവകാശി അല്ല, സാബിത്ത് സ്വർഗാവകാശിയാണ് എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് മഹാനായ പ്രവാചകർ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു വിടുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ആ സ്വഹാബാക്കളുടെ നിലപാട് എന്തായിരുന്നു? നമ്മെ പോലെ ആയിരുന്നില്ല. നമുക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഒരു തിന്മയെക്കുറിച്ച് പറയുമ്പോൾ ആ തിന്മ നമ്മെക്കുറിച്ചാണ് എന്നുള്ള ഒരു തോന്നൽ, പിന്നെ പറയുന്നവനോടാണ് ഈർഷ്യത മുഴുവനും. ഇവൻ എന്നെ കുറിച്ചാ പറഞ്ഞത്, അതുകൊണ്ട് ഇവനുമായി ഞാൻ സംസാരിക്കില്ല, ഇവനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല, ഇവന്റെ ഖുതുബ കേൾക്കാൻ പാടില്ല, ഇവന്റെ ഉത്ബോധനം നമുക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു ചിന്ത സ്വാർത്ഥതയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് സഹോദരങ്ങളെ. ഇത് നാം വിമർശിക്കുവാൻ പറയുകയല്ല, പ്രവാചകന്മാരുടെ അനുയായികളിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമല്ല. ആ പ്രവാചകന്മാരുടെ അനുയായികളിൽ ഒരുപാട് തിന്മകൾ ഉണ്ടായിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അവരെ സംസ്കരിച്ചെടുത്തുകൊണ്ടായിരുന്നു ആ പ്രവാചകന്മാരെല്ലാവരും അവരെ ഉത്തമരായ നൂറ്റാണ്ടുകാരായി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയുള്ള നല്ല ഒരു ചിന്തയും നല്ല ഒരു വിജ്ഞാനവും നുകർന്നുകൊണ്ടായിരുന്നു പ്രവാചകന്മാരെല്ലാവരും അവരെ സംസ്കരിച്ചെടുത്തത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ
കൊണ്ടുവരണം സഹോദരങ്ങളെ. ഇത് എന്നെക്കുറിച്ചാണ് ആയത്തെങ്കിൽ ആ ആയത്തിൽ പറയുന്ന തിന്മ വെടിയുവാനായിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നന്മയാണെങ്കിൽ കൂടുതൽ നന്മ ചെയ്യുവാനുള്ള ഒരു പ്രേരണയും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. കാരണം എന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവുക സ്വയം നാം മാറാതെ അള്ളാഹ് നമ്മെ മാറ്റുകയില്ല എന്നാണ്. സ്വയം ഇപ്പൊ നമ്മുടെ ഈ സലഫി മസ്ജിദിൽ നമ്മൾ എത്രയോ ഖുതുബകൾ കേൾക്കുന്നു. ഓരോരുത്തരുടെയും മനസ്സകം അറിയുന്നവൻ റബ്ബാണ്. ആ ഖുതുബയിൽ കൂടി കേൾക്കുന്ന ഖുർആനും സുന്നത്തുമാകുന്ന ആ ഒരു നന്മ പഠിക്കുവാനുള്ള ഒരു ശ്രദ്ധയോടുകൂടി ഇരുന്നു കൊണ്ട് ജീവിതത്തെ സംസ്കരിച്ചെടുക്കണമെന്നുള്ള നെയ്യത്തോടുകൂടിയുള്ളവർ ഉണ്ടാകും, അല്ലാതെയും ഉണ്ടാകും. നമുക്കറിയില്ല ഒരാളുടെയും മനസ്സകം എന്തെങ്കിലുമൊക്കെ സമയം ലാഭിക്കുവാൻ ഇന്നത്തെ ഖുതുബയിൽ പോയില്ലെങ്കിൽ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമ്മൾ പങ്കെടുത്തില്ല എങ്കിൽ നമ്മെക്കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണയുണ്ടാകും. അതുകൊണ്ട് പോകുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെയും മനസ്സകം അനുസരിച്ചു കൊണ്ടാണ് റഹ്മാനായ റബ്ബ് നന്മയും തിന്മയും സ്വീകരിക്കുക. ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്ത്. ഈ ആയത്താകട്ടെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു വാതിലിൽ പോലും എഴുതി വച്ചിട്ടുണ്ട് എന്ന് കണ്ടവർ പറയുകയാണ്. അല്ലാഹു അഅലം. ഏതാണ് ആയത്ത്? അള്ളാഹുവിന്റെ കലാമിലെ ഒരു വചനമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം നിലയിൽ ഒരു മാറ്റം വരുത്താത്ത ഒരാളെയും അള്ളാഹ് മാറ്റുകയില്ല. നോക്കൂ എത്ര ഗൗരവമുള്ളതാണ്. നമ്മളൊക്കെ തൗഹീദിന്റെ ഈ പ്രതലത്തിൽ വന്നത് റഹ്മാനായ റബ്ബിന്റെ മഹത്തായ കാരുണ്യമാണ്. നമ്മുടെ മനസ്സകം അറിയുന്ന റബ്ബ് നാം എവിടെയൊക്കെയോ ചെയ്ത നന്മയുടെ പരിണിത ഫലമാണ് നാം ഈ തൗഹീദിന്റെ പ്രതലത്തിൽ ജീവിക്കുന്നത്. മരിക്കുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, റഹ്മാനായ റബ്ബേ നിന്റെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും മരണസമയത്ത് തൗഹീദ് മുഴിഞ്ഞുകൊണ്ട് വിട പറയുവാനുമുള്ള തൗഫീഖിന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന സദാ നമ്മിൽ ഉണ്ടാകണം സഹോദരങ്ങളെ. നമ്മളൊക്കെ മാറ്റിയത് കൊണ്ടാണ്. നാം സ്വയം മാറിയത് കൊണ്ട് റഹ്മാനായ റബ്ബ് നമുക്ക് മാറ്റം തന്നു. മാറുവാൻ ഒരിക്കലും മനസ്സില്ലാത്തവരെ അല്ലാഹു തആല മാറ്റുകയില്ല. ചരിത്രം എമ്പാടും നമുക്ക് പഠിക്കുവാനുണ്ട്. നാം മനസ്സിലാക്കിയവരാണ് സഹോദരങ്ങളെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നാം കഴിയുന്നത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമളാനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ശഅബാനിൽ നേടിയെടുക്കേണ്ട നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ച ഹദീസുകളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയകളിൽ കൂടിയുമൊക്കെ നാം കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. മഹത്തായ ഒരു മാസമെന്നാണ് ഈ ശഅബാൻ. ദാലിക ശഹറുൻ എന്നുള്ള ഒരു വാക്കാണ് അള്ളാന്റെ റസൂൽ പ്രയോഗിച്ചത്. ദാലിക ശഹറുൻ. നമ്മളൊക്കെ സാധാരണ പറയില്ല, ഇതിലൂടെ ഒന്നൊന്നര വാക്കാണ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമായിരിക്കാം. ദാലിക ശഹറുൻ, ഇതൊരു മാസമാണ് ശഅബാൻ. എന്തേ ശഅബാൻ? അതിന്റെ പ്രത്യേകത എന്താണ്? യഗ്ഫുലുൻ നാസ്, ജനങ്ങളൊക്കെ അശ്രദ്ധയിലാണ്. റമളാൻ വരികയല്ലേ, നന്മകളൊക്കെ നമുക്ക് ആ മാസത്തിൽ ചെയ്ത് തീർത്തുകൊള്ളാം എന്നുള്ള ഒരു ശ്രദ്ധയോടുകൂടി ഈ ശഅബാനെ അവഗണിച്ചു കളയുമെന്നാണ്. നമുക്ക് റമളാൻ മുന്നിലുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാണ് റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള ആ ശഅബാനെ ജനങ്ങൾ മറന്നു കളയും. നിങ്ങൾ അറിയണം, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത്. സുനൻ നസായിൽ വന്ന ഹദീസാണ്. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഈ മാസത്തിൽ നമ്മുടെ അമലുകൾ, വിശ്വാസികളെ അത് ജാഗ്രതയോടുകൂടി ഈ കാര്യത്തെ നാം കാണണം. നാം ചെയ്യുന്ന അമലു സ്വാലിഹാത്തുകൾ ലോക രക്ഷിതാവായ റബ്ബിങ്കലേക്ക് കയറി ചെല്ലുന്ന, റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസത്തിലാണ് നാം ജീവിക്കുന്നത്. അള്ളാന്റെ റസൂല് പറയുകയാണ്, നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ റബ്ബിങ്കലേക്ക് ഉയർത്തപ്പെടുമെന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടുന്ന ഈ ശഅബാൻ മാസത്തിലെ കർമ്മങ്ങൾക്ക് അതീവ ജാഗ്രതയോടുകൂടി വിശ്വാസികൾ കാണേണ്ടതായിട്ടുണ്ട്. 3 ഘട്ടത്തിലെ 3 രീതിയിലാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ വിശ്വാസികൾ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടുക. ഒന്ന് ഈ സംഭവമാണ്. ഉസാമത്ത് ബിൻ സയ്യിദ്
റളിയല്ലാഹു അൻഹു പറയുന്ന സുനൻ നസായിലെ 2358 നമ്പർ ഹദീസാണ്. എല്ലാ മാസത്തെയും അഥവാ ഷഅബാൻ മാസത്തിലും നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടും. മറ്റൊരു ഹദീസ് അബീ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു നബിയിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹീഹ് മുസ്ലിമിലെ 179 നമ്പർ ഹദീസാണ്. നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും ഹൃദ്യസ്ഥമായ ഒരു ഹദീസാണ്. യുർഫഉ ഇലൈഹി അമലുൽ ലൈൽ ഖബ്ല അമലിൻ നഹാരി വ അമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. അഥവാ രാത്രി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പകലിലെ പ്രവർത്തനങ്ങൾക്ക് മുമ്പേ രാത്രിയിലെ അമലുകൾ ഉയർത്തപ്പെടുമെന്നാണ്. അതുപോലെ തന്നെയാണ് രാത്രിയിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പകലിന് മുമ്പേ അള്ളാഹു താല ഉയർത്തപ്പെടുമെന്നാണ്, അള്ളാഹു താലയുടെ അടുക്കൽ ഉയർത്തപ്പെടുമെന്നാണ്. പകലിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ രാത്രിക്ക് മുമ്പായി റബ്ബിന്റെ അടുക്കൽ അള്ളാഹു താല ഉയർത്തപ്പെടുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മുടെ അമലുകൾ എല്ലാ രാവും പകലും ഉയർത്തപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസാകട്ടെ സുനൻ തുർമുദി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു 747 നമ്പർ ഹദീസായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുനൻ തുർമുദിയിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും തുഖറലുൽ അഅമാലു യൗമുൽ ഇസ്നൈൻ വൽ ഖമീസ്. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും വിശ്വാസികളുടെ തൗഹീദുള്ളവരുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടുമെന്നാണ്. ഫൗഹിബ്ബു, എന്നിട്ട് പ്രവാചകർ പറയുന്നു, ഞാൻ ഇഷ്ടപ്പെടുകയാണ് അമലി വഅന സായിമുൻ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുകാരനാകുവാനുള്ള കാരണം എന്റെ അമൽ റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അത് നോമ്പായിട്ട് ഞാൻ ഇഷ്ടപ്പെടുകയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ 3 രീതിയിലും നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമെന്നാണ്. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളാണ്. എന്നിട്ട് ഗൗരവമുള്ള ഒരു ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ രീതിയിൽ വിശ്വാസികളെ ഇന്നത്തെ ഖുതുബയുടെ ആകത്തുക ഈ ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. എല്ലാ ശഅബാനിലും അതിന്റെ സൂചനകൾ ഈ ഹദീസിൽ കൂടി നാം പറയാറുണ്ട്, നാം കേൾക്കാറുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ 2565 നമ്പർ ഹദീസാണ്. വിശ്വാസികളെ ഗൗരവത്തോടുകൂടി ഈ ഹദീസിനെ നാം കണ്ടില്ല എങ്കിൽ നമ്മുടെ അമലുകൾ ബാത്തുലായി പോവുക മാത്രമല്ല, പരലോകത്ത് പരാജയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരായി നാം മാറുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗ്ഗവാതിലുകൾ തുറക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ ഇല്ലാ റജുലൻ. അള്ളാഹുവിന്റെ അടിമകൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന്റെ വരദാനമായ മഗ്ഫിറത്ത് കൊണ്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. ശിർക്ക് അള്ളാഹു അങ്ങനെ പൊറുക്കൂല. ഇല്ലാ റജുലൻ, ഒരാൾ ഒഴികെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെന്നറിയുമോ? തൗഹീദുള്ളയാളാ, സുഹൃതങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നയാളാ. അള്ളാന്റെ റസൂൽ പറയുകയാണ്, കാനത്തു ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ. തന്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കുന്നവരുടെ അമലുകൾ അള്ളാഹ് ഒരിക്കലും സ്വീകരിക്കുകയില്ല. അവരുടെ പാപങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഫയുഖാൽ, മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, അൻറു ഹദൈനി ഹത്താ യസ്തലിഹാ. ആ അമലുകളൊന്നൊക്കെ മാറ്റിവെച്ചേക്ക്, അതൊന്ന് ഒഴിവാക്ക്. ഐ ഉത്തറക്കൂ എന്നും ഹദീസിൽ കാണാം. ആ അമലുകൾ എനിക്ക് വേണ്ട. സഹോദരന്മാർ തമ്മിലുള്ള പിണക്കത്തിൽ കഴിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തഹജ്ജുദ്, മറ്റുള്ള നന്മകൾ എനിക്ക് വേണ്ട, അത് ഒഴിവാക്ക്. ഹത്താ യസ്തലിഹാ, അവർ ഒന്നാകട്ടെ. ആദ്യം അവർ പരസ്പരം കാണുമ്പോൾ ഒന്ന് സലാം ചൊല്ലട്ടെ. അവരുടെ മനസ്സകം എല്ലാ വിദ്വേഷവും മാറ്റിവെച്ചുകൊള്ളട്ടെ. അതുവരെയും അത്തരക്കാരുടെ അമലുകളെ നിങ്ങൾ ഒഴിവാക്കൂ മലക്കുകളെ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യമാണ് ഈ ഹദീസിൽ വന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 3 പ്രാവശ്യം മലക്കുകളോട് പറയും, അൻളുറു ഹദൈനി ഹത്താ യസ്തലിഹാ. അവർ രഞ്ജിപ്പിൽ എത്തുന്നത് വരെയും അവരുടെ അമലുകൾ ഒഴിവാക്ക്, അതിനെ മാറ്റിവെക്കൂ എന്ന്
റഹ്മാനായ റബ്ബ് പറയുമ്പോൾ വിശ്വാസികളെ അത്തരക്കാരുടെ വിഭാഗത്തിലാണോ നമ്മുടെ ജീവിതമുള്ളത്? ഇത് ആരെയും വിമർശിക്കുവാൻ സ്വന്തം വിമർശനത്തിന് വേണ്ടിയാണ്. അങ്ങനെ കണ്ടാൽ മതി. ഓരോരുത്തരും തന്റെ നഫ്സിനോട് ചോദിക്കുക, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും എന്റെ അമല് റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യം മാത്രം ഓരോരുത്തരും ആരെയും വിമർശിക്കാതെ സ്വന്തം അമലുകൾ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാണോ എന്നുള്ള ഒരു പരിശോധന മാത്രമാണ് വിശ്വാസികളെ ഈ ഹദീസിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് സ്വഹാബാക്കളുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്ത്, അതൊരു പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു ഗില്ലും ഉണ്ടാക്കല്ലേ, ഒരു വിദ്വേഷവും ഉണ്ടാക്കല്ലേ, ഒരു വെറുപ്പും ഉണ്ടാക്കല്ലേ. അവന്റെ വളർച്ചയിൽ എന്റെ മനസ്സിൽ ഒരു കുശുമ്പും നീ തരല്ലേ അല്ലാ. അവന്റെ തകർച്ചയിൽ ഒരു സന്തോഷവും എന്റെ മനസ്സിന് നൽകല്ലേ അല്ലാ എന്ന് ഒരു വിശ്വാസി ദിവസേന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഹശ്റിലെ ഈ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വലാ തബാഗമൂ, മനസ്സുകളിൽ ഒരു വിദ്വേഷവും ഉണ്ടാക്കാത്തവനാണ് മുസ്ലിം. വലാ തഹാസദൂ, ഒരുത്തന്റെ ഉയർച്ചയിൽ ഒരുത്തന്റെ തകർച്ചയിൽ ഒരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒരു വെറുപ്പും ഉണ്ടാകരുത്, ഒരു സന്തോഷവും ആ തകർച്ചയിൽ നിനക്കുണ്ടാകരുത്. വലാ തദാബറൂ, ശത്രുതയില്ലാത്ത നെഞ്ചകമായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാന, കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്, പരസ്പരം സഹോദരങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ അഥവാ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും 3 ദിവസത്തിൽ കൂടുതൽ അരുത്. വലാ യഹല്ല ലിമുസ്ലിമൻ അൻ യഹ്ജറ അഖാഹു ഫൗക 3. 3 ദിവസം പരമാവധി ഒരു സലാമെങ്കിലും കൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കുവെക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇന്നൊരു മരണം നടന്നു, പേയാട്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ബഹുമാനായ സഹോദരനാണ്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഷാഹുൽ ഹമീദ് സ്വാഹിബ് പലർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ഒരാളുടെ മരണത്തിന്റെ വാർത്തയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയാണ് 2 ദിവസം മുമ്പ്. നോക്കൂ സഹോദരൻ, അദ്ദേഹത്തിന് വേണ്ടി മഗ്ഫിറത്തിനും മർഹമത്തിനും പ്രാർത്ഥിക്കുന്ന നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം 2 ദിവസത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല ഞാൻ നാളെ കഴിഞ്ഞ് മരിക്കേണ്ട ആളാണ് എന്ന്. ഒരു ബഹുമാന്യ സഹോദരന്റെ മരണവാർത്തയാണ് അദ്ദേഹം ഇടുന്നത്, അവസാനത്തെ ഫേസ്ബുക്ക് കുറിപ്പായിട്ട് അദ്ദേഹം ഇടുന്നത്. 2 ദിവസം കഴിയുമ്പോഴേക്കും ഫേസ്ബുക്കിൽ സഹോദരങ്ങൾ കുറിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നോക്കൂ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു അവസ്ഥ. നീർക്കുമിളയാണ് വിശ്വാസികളെ, പെട്ടെന്ന് പോകും. വിചാരിക്കുന്നുണ്ടോ നാം വീടുകളിൽ ചെന്നുകൊണ്ട് നാം ഇട്ട ഡ്രസ്സുകൾ നാം തന്നെ അത് ഊരി മാറ്റുമെന്ന്? ഉറപ്പുണ്ടോ ആർക്കെങ്കിലും? ഒരു മാരകമായ ഒരു അസുഖം വരുമ്പോഴേക്ക് തളർന്നു പോവുകയാണ്. ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഷുക്കൂർ സാഹിബിന്റെ മകൻ, 42 വയസ്സാണ് സഹോദരങ്ങളെ. 42-43 വയസ്സാണ്. 4 കുട്ടികളാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ്. മിനിയാനാകട്ടെ വീണ്ടും അതീവ പ്രയാസത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ വീണ്ടും ഡയാലിസിസ് ചെയ്യുകയാണ്. 3 ദിവസമായിട്ട് അതിന്റെ ക്രിയാറ്റിൻ ശക്തമായി കൂടുകയും വളരെ പ്രയാസത്തിലാവുകയും ചെയ്ത് കുടുംബം മുഴുവനും കണ്ണീരിൽ ആ ആശുപത്രിയിൽ കഴിയുകയാണ്. നമുക്ക് ദുആ ചെയ്യുവാനേ സാധ്യമാവുകയുള്ള വിശ്വാസികളെ, അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് റഹ്മാനായ റബ്ബേ ആ സഹോദരനെ നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെയും അസുഖങ്ങളൊക്കെ നീ മാറ്റിത്തരണമേ. അള്ളാഹുവെ, മാരകമായ അസുഖങ്ങളെ തൊട്ട് നീ ഞങ്ങളെ പരീക്ഷിക്കില്ല അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. അതാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആ ഒരു വലിപ്പ ചെറുപ്പം. എപ്പോഴാ മരിക്കുക? ഈ വിദ്വേഷവുമായിട്ട് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ മയ്യത്തിന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ്? എന്റെ ജ്യേഷ്ഠന്, എന്റെ അനുജന്, എന്റെ വല്യമ്മക്ക്, എന്റെ മൂത്താപ്പാക്ക് എല്ലാവരും ക്ഷമിച്ചു കൊടുക്കണം. പറയുന്ന ആളാരാണ്? ജീവിതത്തിൽ പുറത്തു കൊടുക്കാത്തയാളാണ്. നോക്കൂ സഹോദരങ്ങളെ,
എത്ര വൈരുദ്ധ്യമാണ് നമ്മുടെ ജീവിതം. ഒന്ന് പുറത്തു കൊടുത്താൽ താഴ്ന്നിടമേ നീരോടു എന്നുള്ള ചൊല്ല് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണം വിശ്വാസികളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാ അടിമകൾക്കും റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമ്പോൾ തഹജ്ജുദ് നമസ്കരിക്കുന്ന, മറ്റുള്ള നന്മകൾ ചെയ്യുന്ന നമുക്ക് പുറത്ത് തന്നില്ല എങ്കിൽ നമ്മുടെ സാഹോദര്യ ബന്ധത്തിന് വിഘ്നമാണ് അതിന്റെ കാരണം. മാറ്റിവെക്കൂല നമ്മുടെ അമലുകളെ. എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് സുബഹും മറ്റുള്ള ജമാഅത്തുകളുമൊക്കെ നാം നമസ്കരിക്കുന്നത്. സമ്പാദിക്കുന്നതിൽ നിന്നും എത്രയോ സ്വതക്ക നൽകുന്നു, എത്രയോ കഷ്ടപ്പെടുന്നു റബ്ബിന്റെ വരദാനമായ സ്വർഗം നേടിയെടുക്കുവാൻ. ആ അമല സ്വാലിഹാത്തുകൾ തള്ളപ്പെടുകയാണെങ്കിൽ അതിനേക്കാളും ഹതഭാഗ്യവാന്മാർ ആരാണ്? അതുകൊണ്ട് വിശ്വാസികളെ ഒന്ന് കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു നന്മയുടെ ആളായിട്ട് നാം ഓരോരുത്തരും മാറണം വിശ്വാസികളെ. സാന്ദർഭികമായി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് ദീനാറും ദിർഹമും ഉപകരിക്കാത്ത ഒരു ദിവസം എത്തുന്നതിന് മുമ്പ് സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അള്ളാന്റെ റസൂല് പറയുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസാണ്, മൻ കാനത ഇൻദഹു മുളിമത്തുൻ ലിഅഖീഹി ഫൽയതഹല്ലൽഹു മിൻഹാ ഫഇന്നഹു ലൈസ തമ്മ ദീനാറു വലാ ദിർഹം. ഉപകാരപ്പെടൂല അവിടെ കെട്ടിപ്പൂട്ടി ഉണ്ടാക്കിയ ഈ ലക്ഷക്കണക്കിന് രൂപ, ദീനാറുകൾ, ദിർഹമുകൾ ഉപകാരപ്പെടൂല. അവിടം രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് സാഹോദര്യ ബന്ധത്തിന് ഊഷ്മളതയുണ്ടാകണം. കൊടുക്കാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തുകൊണ്ട് കുറഞ്ഞുപോയെങ്കിൽ പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിച്ചു വച്ചോ ഞാനും നിങ്ങളും. എപ്പോഴാ പിടികൂടുക? വല്ല രക്ഷയുമുണ്ടോ സഹോദരങ്ങളെ? എന്തെങ്കിലും രക്ഷയുണ്ടാകുമോ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ? ഏതുവരെയാ ഈ പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? റബ്ബിന്റെ അടുക്കൽ എത്തണ്ടേ സഹോദരങ്ങളെ? എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിന്റെ അടുക്കൽ വല്ല അമലുകളും ഉണ്ടെങ്കിൽ ആ അമല് അവന്റെ അക്കൗണ്ടിലേക്ക് പോകുമെന്നാണ്. ഫഇല്ലം യകുൽ ലഹു ഹസനാത്തുൻ ഉഖദ മിൻ സയ്യിആതി അഖീഹി ഫതുരിഹത അലൈഹി. ഇനി ഒരു നന്മയുമില്ലെങ്കിൽ അവൻ ചെയ്ത തിന്മകളൊക്കെ നിന്റെ മീസാനിൽ എത്തുന്ന ഹതഭാഗ്യവാനായിട്ട് മാറുന്ന ഒരു ദയനീയാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസികളെ, ശഅബാൻ മാറ്റത്തിന്റെ മാസമാണ്, റമളാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ്. പിണക്കം ഒഴിവാക്കുക. മാതാപിതാക്കളുമായി, സഹോദരങ്ങളുമായി, വേണ്ടപ്പെട്ടവരുമായി, സുഹൃത്തുക്കളുമായി ഒരു സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സൗഹൃദം പുതുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമുക്കറിയുമല്ലോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശാല ഹൃദയനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് ഏറ്റവും വിനയമുള്ള ആൾ രൂപമായിട്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം മനസ്സിലാക്കുന്നത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശാസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ. സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്താണ്, 24-ാമത്തെ അധ്യായമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശാസിച്ചുകൊണ്ടുള്ള ഈ വചനമാണ്. നമുക്കറിയാം ആ ചരിത്രം. പുന്നാര റസൂലുള്ളാഹിന്റെ പ്രിയതമ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു അപവാദം, മിസ്തഹ് ബിൻ ഉസാഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി, ബദറിലൊക്കെ പങ്കെടുത്ത ഒരു സ്വഹാബിയാണ്, ഒരു അപവാദ പ്രചരണം നടത്തി. മിസ്തഹ് റളിയല്ലാഹു അൻഹുവും മുനാഫിക്കുകളുടെ കൂടെ ചേർന്നുകൊണ്ട് ആയിഷ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് മിസ്തഹ്? മിസ്തഹിന്റെ അടുപ്പ് പുകയണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലുമൊക്കെ നൽകണം. കാരണം ധനാഢ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ വിവരം അറിയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ മകൾ എന്നുള്ള പരിഗണനയല്ല, അള്ളാന്റെ റസൂലിന്റെ പ്രിയതമയെ നീ അപവാദം പറയുന്നുവോ എന്നുള്ള പരിഗണനയാണ്, അല്ല മകൾ എന്നുള്ള പരിഗണനയല്ല. റസൂലുള്ളാന്റെ ഭാര്യയെ കുറിച്ച് നീ അപവാദം പറഞ്ഞോ മിസ്തഹേ, നിനക്ക് ഞാൻ തരില്ല, തരുന്നത് തരില്ല, സ്വതക്ക ഞാൻ തരില്ല മിസ്തഹേ. അള്ളാഹ് ഇടപെട്ടുവെന്നാണ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വലാ യഅ്തലി ഉലൽ ഫളൽ മിൻകും വസ്സഅതി അൻ യുതു ഉലൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുള്ളവർ,
സാമ്പത്തികമായി മുന്നോക്കമുള്ളവർ കൊടുക്കില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നുവോ? നിങ്ങളുടെ കുടുംബക്കാർക്ക്, സാധുക്കൾക്ക്, മുഹാജിറുകൾക്ക് കൊടുക്കില്ല എന്നാണോ? ഈ ചെയ്ത തെറ്റിന് പകരമായിട്ട് അബൂബക്കർ നീ അങ്ങനെയാണോ കാണുന്നത്? എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം. അല്ലാഹ് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നാം പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ് റമളാൻ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പൊറുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, പുറത്തു കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തുതാ. ആ റബ്ബ് തആല ആയത്തിൽ കൂടി അബൂബക്കറിനോട് ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹ് പുറത്തു തരുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലേ അബൂബക്കറെ? ഉടനെ ഓടിയെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. വല്ലാഹ്, റബ്ബിനെ തന്നെ സത്യം, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ നുഹിബ്ബു യാ റബ്ബനാ അൻ തഗ്ഫിർ ലനാ. എന്റെ റബ്ബേ, ഞങ്ങളുടെ അല്ലാഹ് പുറത്തുതാ, അല്ലാഹ് ക്ഷമിക്കണേ, അല്ലാഹ് വിട്ടുവീഴ്ച ചെയ്യണേ, അല്ലാഹ് ഞാൻ കൊടുത്തുകൊള്ളാം, മിസ്തഹിന് ഞാൻ കൊടുക്കുന്നത് പോലെ കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത് സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ പറയുമ്പോഴേക്കും പിണങ്ങി പോകുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പറയുന്നത് ഖുർആനും അതാണ് ഇന്നത്തെ ഖുത്ബയുടെ ആമുഖമായി സൂചിപ്പിച്ചത്. ഇന്ന് പലർക്കും ഇഷ്ടമില്ല ഒരു നന്മയുടെ വാക്ക് പറയുന്നതിന്. അത് കേൾക്കുവാൻ മക്കൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. സ്വന്തം മക്കൾക്ക് പോലും ഒരു നസീഹത്ത് കേൾക്കുവാൻ ഇഷ്ടമില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം റബ്ബ് നമുക്ക് പുറത്തു തരണം. ഏറെ പൊറുക്കുന്ന റബ്ബ് ഒരിക്കലും പൊറുക്കാത്ത പടപ്പുകളായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിനോട് സദാ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, ഹൃദയത്തിൽ നീ ഗില്ലില്ലാതെ ഞങ്ങളെ ജീവിപ്പിക്കണമേ, കരുണയോടുകൂടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന സദാ ഉണ്ടാകട്ടെ. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.